ആദ്യം തന്നെ ഈ പടം എടുക്കാൻ സഹായിച്ച ദൈവത്തിന് നന്ദി. പിന്നെ ഈ പടത്തിന് സഹായിക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്ത വീട്ടുകാർക്കും ചില കൂട്ടുകാർക്കും നന്ദി. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഗൂഗിൾ പ്ലസ്, വാട്സപ്പില്ലേ, പോട്ടെ. എന്തായാലും പടം തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ കാണും. നിക്ക് ഒന്ന് നിർത്തിക്കേ. ഇവനാണ് കുര്യാക്കോസ്. ആളെൻ്റെ ഒരു സുഹൃത്താണ്, പക്ഷെ എന്നെ പോലെയൊന്നും അല്ല. കുഴിമടിയനും അതിലുപരി പേടിത്തൊണ്ടനുമാണ്. ഇതൊക്കെയാണെങ്കിലും അവൾക്ക് കടുത്തൊരു പ്രണയമുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇവനാണ് ഈ കഥയിലെ നായകനെന്ന്. അല്ല, ഞാനാണ് ഈ കഥയിലെ നായകൻ. ഇവൻ വെറും സപ്പോർട്ടിങ് റോൾ. എന്തായാലും ഇവൻ്റെ കഥയിലൂടെ ഞാൻ എൻ്റെ കഥ പറയാൻ പോവുകയാണ്. ഇനി തുടങ്ങിക്കോ. കുര്യാക്കോസേ, ഓ കഴിഞ്ഞില്ലേടാ? ഇറങ്ങൂ അമ്മച്ചി. ദൈവമേ, അമ്മച്ചിക്ക് സിഗരറ്റിന്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടാവൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുക. നല്ല കാറ്റും ബീച്ചിൻ്റെ സൈഡ് ഒറ്റക്കൊള്ളി, പിന്നെ ഞാനും. എൻ്റെ സിഗരറ്റ് പകുതി മിന്നിച്ചേക്കണേ. ഇവനാണ് ജോൺ. എൻ്റെയും കുര്യാക്കോസിൻ്റെയും മ്യൂച്വൽ ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പോൾ ആളാകെ വിഷമത്തിലാണ്. നിങ്ങൾ കണ്ടില്ലേ? സാധാരണക്കാർക്ക് ഈ അവസ്ഥ മനസ്സിലാവില്ലെങ്കിലും പുകവലിക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും രാഹു, കേതു, ശനി, ഗുളികൻ എക്സെട്ര തുടങ്ങിയ ശകുനം മുടക്കികൾ കപ്പൽ കയറി എങ്കിലും വരും. ആ കൂട്ടത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത ഒരുത്തൻ ദാ ഇവിടെ. എവിടെ? ദേ ഇവിടെ. ബാബുമോ, എൻ്റെ സിഗരറ്റ് പകുതി മിന്നിച്ചേക്കണേ. ഇപ്പം മിന്നിച്ചേരാടാ. എങ്ങനെയുണ്ട്? മിന്നിച്ചില്ലേ? കേറി പോടാ പോരപ്പ. 2006 SSLC തോറ്റപ്പോഴും ജീവനെ പോലെ സ്നേഹിച്ച പെൺകുട്ടി വിട്ടിട്ട് പോയപ്പോഴും കഷ്ടപ്പെട്ട് നേടിയ ജോലി നഷ്ടപ്പെട്ടപ്പോഴും തോന്നാത്തൊരു വിഷമം. നല്ല വിഷമോട്ടാ. പോടാ ചെറ്റേ.
തീപ്പെട്ടിക്ക് ഞാൻ അവിടെ പോകും. അവിടെ ഒരു തീപ്പുണ്ടല്ലോ. ഓ കല്ല കറങ്ങുന്നു. ആരവിടെ എന്തേന് ഇതിലെ വെളുക്കിരിക്കണോ? ഏയ് കണ്ടിട്ടങ്ങ് തോന്നണില്ലല്ലോ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ? ഇതെന്റെ മറ്റൊരു സുഹൃത്താണ്, പേര് ബഷീർ. അല്ല, പടക്കം ബഷീർ. ആളൊരു സുഗുണനാണേ. തീപ്പെട്ടി ചേട്ടൻ കിളിയാർന്നല്ലേ? നിനക്ക് എവിടുന്ന് വന്ന? പിന്നെ കള്ളൂർ ജലം കത്തിക്കാൻ പോണം. മലയാറ്റൂമാർ പോലെ ഞാൻ 4 കാലിൽ കയറിയിട്ടില്ല. ഇതെങ്ങനെ ഇനി കത്തിക്കും? കല്ലൊരിച്ച് കത്തിച്ച ഇതെന്താണ്ട മണ്ടൻ സിഗരറ്റും പിടിച്ചിരിക്കാനാണ്. വല്ല ചൂണ്ടിടാൻ പോടാപ്പ. അങ്ങനെ കല്ലൂർ ചത്തിക്കാൻ പറ്റൂ? ഏയ് പറ്റൂ? ഏഴുമല പൂഞ്ചോല ഹോയ് ഹോയ് മാമക്ക് മണിമാല. ഇതാരാണ്? ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. നാട്ടുച്ചയ്ക്ക് ബീച്ചിലിരുന്ന തവള. ഇവനായിരുന്ന? ഇവരെന്താണ് ഇങ്ങനെ നോക്കണത്? ഇവിടെ നോട്ടത്തിലൊരു പ്രശ്നമുണ്ടല്ലോ. നീ ഇവിടെ എന്തെടുക്കണായിരുന്നു? അത് പുല്ല്. തീപ്പെട്ടിയുണ്ടോ നിന്റെ കയ്യില്? ഓ നിന്നെ കണ്ടപ്പോഴും ആശ്വാസമായത്. നീ എന്താ വല്ലാണ്ടിരിക്കണത്? ഒന്നും പറയണ്ട. ആദ്യം കല്ലിന്റെ ഇടയിൽ വെച്ചൊരുത്തും പണിയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും മണ്ണിലൊരുത്തെ. പിന്നെ ആരെങ്ങാണ്ട് കല്ലിട്ട് ഉറച്ചോക്കപ്പോഴേക്കും നീയും വന്നു. എന്റെ ഭാഗ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കുര്യാക്കോസ് ഇല്ലേ, ആളൊരു സ്വപ്നജീവിയാ. ആള് എപ്പോഴും എന്ത് ചിന്തിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നീ എന്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ? താടാ തീപ്പെട്ടി താടാ. എന്ത്? അതായത് ഇന്നലെ രാവിലെ അങ്ങനെ ഞാൻ തന്നെ വലിച്ചൂട്ടിയ നീ കഥ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കാരണം ഞാനാണ് ഇവിടെ നായകൻ. അമ്മ നീ ഉണ്ടാക്കും. അങ്ങനെ ഞാനും കുര്യാക്കോസും കൂടി അല്ലല്ല സ്വന്തമായി വലിച്ചു കൂട്ടിയ സിഗരറ്റ് കുറ്റികളും പാക്കറ്റുകളുമാണ് കുര്യാക്കോസ് ആളൊഴിഞ്ഞ പുഴയുടെ അറ്റം ലക്ഷ്യമാക്കി നീങ്ങി. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നൊരു കുഴിമടിയനാണെന്ന്. നിങ്ങൾ നോക്കിക്കേ, ഇവൻ ഈ കാണിക്കുന്നത് കുഴിമടിയന്റെ ലക്ഷണമല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ സിഗരറ്റ് കത്തിക്കാൻ നോക്കുവോ? എന്തൊക്കെയായാലും കുര്യാക്കോസിനുള്ള പണി പുറകെ വന്നു. വീണ്ടും ബാബുമോൻ.
ഇവനായിട്ടൊരു പണി കൊടുത്താലോ? എന്താ നീ നോക്കണത്? നീ എന്തുണ്ടാക്കാനാടാ? പോടാ, പോയി തരത്തി പോയി കളിയടാ. കത്തികൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ ഇവൻ ഇത് എന്താണ് ഈ കാണിക്കാൻ പോണത്? ബനിയാന്റെ അകത്തൂടെ കൈയിട്ട് ഞാൻ കത്തിക്കും. കണ്ടോട്ടാ. ഡാടാ, വെള്ളത്തിൽ പോലട്ടാ നീ വെറുതെ. എഴുന്നേറ്റ് പോടാ തടിയാ. നിന്നെ എന്റെ കിട്ടൂടാ. പോടാ. ഒരുത്തരെങ്ങനെ സഹായിച്ചു. ഇവനെന്താണ്? പോടാ. പിന്നെ സീറ്റ് വിളിക്കാത്തൊരാള് ഞാൻ വലിക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട്. നീ രാവിലെ തന്നെ തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ. നീ ജീവിക്കുന്ന തന്നെ സീട്ട് കളിക്കാനാണല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. എന്താ നിന്റെ ഉദ്ദേശം? ജീവിതകാലം മൊത്തം സീട്ട് കളിക്കാനാണോ? ചിരിക്കാനും മാത്രം എന്താടാ എന്താ ഇരിക്കണേ? കാര്യം എന്താടാ? ഒരുപാടുണ്ടല്ലോ. സീറ്റട മൊത്തം വാങ്ങിച്ച ഇതെന്താണ്? ഗോൾഡ് ഉണ്ട്, കിങ്സ് ഉണ്ട്, ക്ലിയോപാട്ര ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. വലിച്ചോളൂ വലിച്ചോളൂ. നീ നന്നാവൂലടാ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വലിച്ചോളാം. എന്നാ ബ്ലാക്ക് എടുക്കും. ബ്ലാക്ക് നിന്റെ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ. എന്നാ ക്ലിയോപാട്രയിൽ മതി. എന്നാ നീ ബ്ലാക്ക് വലിച്ചോ. ശവം, തീപ്പെട്ടി. ആദ്യം ഞാൻ വലിക്കട്ടെട്ടാ. ഒന്ന് താടാ. വെച്ചു. ചില്ലറൊന്നുമില്ലട്ടാ. ബ്ലാക്ക് തന്നെ വലിക്കണല്ലേ? ചേട്ടന് വയ്യാത്തല്ലേ? എന്തിനാ വലിക്കണേ? എന്റെ സീക്രട്ട് നോക്കി സൂക്ഷിച്ചു. ഇത് വലിക്കുമ്പോഴാ ഇത്തിരി ആശ്വാസം കിട്ടും. ആശ്വാസോ? വേണ്ട, ചേട്ടൻ വലിച്ചു. വേറൊരു വലിച്ചത് ഞാൻ വലിക്കാറില്ല. പോട്ടെ മക്കളെ. അപ്പോ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വലിവ് കുറയുമല്ലേ? മരണത്തിലേക്കുള്ള വേഗം കൂട്ടാനുള്ള മരുന്നാണ് മക്കളെ ഇത്. സൂക്ഷിച്ചോ, ഈ പുക നിങ്ങൾ എല്ലാവരും നശിപ്പിക്കും. എന്താ അവസ്ഥയാണല്ലോ? കണ്ട സിഗരറ്റിന്റെ പവർ കണ്ട? കടുത്ത ആസ്മറകിന് നോർമലാക്കി കളയും. കണ്ട കുര്യാക്കോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സിഗരറ്റിനെ തള്ളി പറഞ്ഞു. പക്ഷെ മറ്റവൻ അവൻ വേറൊരു കളവാണ്. ആരാണത്? നടക്കട്ടെ നടക്കട്ടെ. അങ്ങനെ അവന് വരെ പെണ്ണായി. എനിക്കിപ്പോഴും ഒന്നുമില്ല. ദിസ് ഇസ് ടൂ മച്ചാ. കേൾക്കണടാ.
ഈ പ്രാർത്ഥനയൊക്കെ ആര് കേൾക്കാൻ? നമ്മളിപ്പോഴും ഒറ്റക്ക്. എന്നാൽ ഇവനെങ്ങനെ പെണ്ണ് കിട്ടി? ആ അമ്മച്ചി, ആ വരാ. ആന്ന് ശരി. ആ ആ അമ്മച്ചി, അതാ കൂടെ വെച്ചിട്ടുണ്ട്. ഇതേ സാധനം. അലിപ്പഴം പെരുക്കാം. ഹാ കിളിക്കുടന്ന് വിട്ടോ, ഓ കിളിക്കുടന്ന് വിട്ടോ. ഇവനാണ് ഈ കല്ലിടെ പോണത്. ഏട്ടാ മുമ്പിലും വന്നു. നല്ല റോസ്റ്റ് ഉണ്ടല്ലോ. ഒരുപാട് ഇഷ്ടമായി. പോടാ. അയ്യോ കായ്ക്ക് എന്ത് പറ്റി? ഇങ്ങോട്ട് വാങ്ങി, പോടാ. ഇങ്ങോട്ട് വാങ്ങി. നമുക്ക് ക്ഷീണിച്ചു പോയി. ഇവിടുന്ന് കിട്ടിയെടുക്കണ അതെന്റെ പഴയൊരു കൂട്ടുകാരി. കൂട്ടുകാരനാണ് അമ്മച്ചി. അത് പെണ്ണല്ല അമ്മച്ചി, ആണാണ്. ഇത് ഞാൻ ഇപ്പോൾ വിളിക്കാട്ടാ. അയാളല്ലേ? ഇത് തന്നെ. ജോൺ പ്രേതോ? പ്രേതോണോ? പ്രേതം? പോ പോ. ഓം ക്രീം സ്വാഹ. കാണിച്ചടാ. നീ എന്താണ് ഈ കാണിക്കണേ? എന്താടാ? പ്രേതം. പ്രേതം? കാലുണ്ടല്ലോ. ഓ, നീ എന്ത് പൊട്ടത്തിലാണ് ഈ കാണിച്ചത്? മരിച്ചത് ആളുടെ ട്വിൻ ബ്രദറാണ്. ആൾ എന്നോടത് പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. അയാൾക്ക് ഇപ്പൊ എന്ത് വിഷമമായി കാണും? നിനക്ക് അല്ലെങ്കിൽ ഇത്തിരി എടുത്തേട്ടം കൂടുതലാണ്. എന്താ ശരിക്കും ഇവിടെ സംഭവിച്ചത്? നേരത്തെ കോള് വന്നിട്ട് നീ എണീറ്റ് പോയില്ലേ? അപ്പോ താൻ എന്താ കാണിച്ച്? പൊട്ടണാ താൻ എന്താ കാണിക്കണേന്ന്? അനിയ, നീ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നീ വലിച്ചു കെട്ടുന്ന ഈ സാധനം ഉണ്ടല്ല, അത് ആളെക്കൊല്ലിയാണ് കേട്ടാ. ഇയാളിത് എന്തൊക്കെയാണ് ഈ പറയണേ? ഡോ, തന്നോടാ താൻ എന്തൊക്കെയാണ് ഈ പറയണേന്ന്? എനിക്ക് നിന്നെ പോലെ പഠിപ്പും പത്രാസമൊന്നുമില്ല. പടിഞ്ഞാറൻ പണിക്ക് പോയി കുടുംബം നോക്കുന്നവനാണ് ഞാൻ. കുടുംബത്തെ തണിയാക്കുമെന്ന് കരുതി കോളേജ് വിട്ട് പഠിപ്പിച്ചൊരു കൂടപ്പിറപ്പുണ്ടായിരുന്ന കാര്യം. ഒരുമിച്ച് ജനിച്ചു വളർന്ന എന്റെ പകർപ്പ്
അവന്റെ കുഴിക്കല് മണ്ണിട്ടച്ചും വരുന്ന വഴിയാണ്. ഒരിറ്റു വെള്ളം പോലും ഇറക്കാനാവാതെ ചോര ഛർദിച്ചാണ് അവൻ മരിച്ചത്. ചങ്ക് പൊട്ടിക്കരയുന്ന അമ്മച്ചിയുടെ മുഖം കാണാനുള്ള കൽപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ എന്റെ മുമ്പിൽ ഇന്ന് ഇത് വലിക്കുന്നത് കണ്ടപ്പാ സങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അനിയ ഞാൻ നിന്റെ കൈ കയറി പിടിച്ചത്. അനിയ, നിനക്കുമില്ലടാ നിന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, പട്ടിണി അറിയാത്തൊരു വയറും. എന്നിട്ട് നീ ഇത് വലിച്ചു കയറ്റിയ തമ്പുരാൻ പോലും പോർക്കേറ കേട്ടാ. എല്ലാവരുടെയും നെഞ്ചിൽ തീവാരിയിട്ടേച്ച് ചുവരയിലിരുന്ന് ചിരിക്കണ കണ്ട ആയതനിയൻ. ഈ ഗതിയാർക്ക് മരുത്തല്ലേ? പിള്ളേരിക്ക മനസ്സിൽ നല്ല ബുദ്ധി തോന്നിച്ചേക്കണേ എന്റെ പുണ്യാളാ. അയാളുടെ കരച്ചിലുണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ലടാ. നമ്മുടെ വീട്ടുകാർ എന്തോരം പ്രതീക്ഷയിലാണ് നമ്മൾ വളർത്തുന്നത് അല്ലേ? എന്നിട്ട് അതൊന്നും വകവെക്കാതെ വലിച്ചും കൊടിച്ചും നമ്മൾ ജീവിതം തീർക്കും. അയാളുടെ കരച്ചിലുണ്ടപ്പോ കണ്ണു നിറഞ്ഞു. എടാ, നമുക്ക് വലി നിർത്തിയാലോ? ഞാനും അത് ആലോചിക്കണം. ഞാൻ എന്തായാലും ഇനി വലിക്കില്ല. കളഞ്ഞേക്ക്. പോട്ടെ, നമുക്കിന്നത് വേണ്ട. ചേട്ടൻ തോറ്റ് തൊപ്പിട്ടാണല്ലോ വന്നേക്കണേ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലാതെ നമ്മൾ എവിടെയായിരുന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ തന്നെ എനിക്ക് തിരിച്ചു പോകേണ്ടതാ. പിന്നെ ഞാൻ കൊണ്ടേണല്ലോ ഇന്നലെ കുണ്ടന്നൂർ വിളിക്കുന്നത്. ഞാൻ ചേട്ടൻ്റെ ബൈക്കിന്റെ ബാക്കിൽ പോകുമ്പോൾ ചേട്ടൻ്റെ കുണ്ടന്നൂർ ലിഫ്റ്റ് ചോദിച്ചു ഞാൻ കണ്ടതാ. ബാബുവിന്റെ പൊന്നല്ലേ ഇപ്പം പ്രാന്തനൊന്നുമല്ല. കടലിൽ നിന്ന് നീന്തി കയറി വന്ന ഏതൊരു കടൽ കുതിരയാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു മിനിറ്റ് പോരാട്ടോ. വേഗം വരണേ ബാബുട്ടാ. വരാടെ മുത്തേ. ഈ കറുപ്പൊരു മുതലാണല്ല, വെള്ളേനെ തള്ളി വെള്ളത്തിൽ കളയാം. ചേട്ടാ, തീപ്പെട്ടി ഉണ്ടാ? അയ്യോ, ഇവന്മാരാ എന്റെ കാലിൽ എന്താണ് അത് വെച്ച്? ഒന്ന് വേഗം ഓടിടാറില്ല. അയ്യോ, ഓടിയിട്ട് എന്റെ കാലി സ്ലിപ്പാവണം ബാബുട്ടാ. എന്റെ പൊന്നെ, ഒമ്പതിന്റെ ഓട്ടം നോക്കിക്കടാ. നീ എന്തിനാണ് ഈ 9 നോക്കണത്? ശരിക്കും നമ്മൾ ആരെ പിടിക്കാൻ ഓടണത് ഇപ്പൊ? 9 അല്ല മറ്റവനാ. പിടിച്ചോ. അയ്യോ അയ്യോ, ബാബുവിനെ പിടിക്കാൻ പറ്റില്ലടാ. പച്ചകൾ ഒരു പിശാചിയുടെ നോക്കൂ, അവന്റെ കിളി ഞാൻ അടിച്ചു കളഞ്ഞു. ബാബുട്ടാ പിടിക്കാടാ. എന്ത് മതി നിന്നെ പിന്നെ എടുത്തോളാട്ടാ. കൂടെ 9 നിന്നൊക്കെ നോക്കോട്ടാ. എന്തെങ്കിലും പറയോട്ടാ. എന്താ മോള് സ്കൂട്ടറില് കേട്ടാ, നിനക്ക് അത് തന്നെ വേണോടാ. ഇവനേതാണ്ട? ഇവനാണ് അവൻ. എനിക്ക് മണ്ണിൽ വെച്ച് പണി തന്നത്. അവനാണ് വൃത്തിയായിട്ടത്. അയ്യേ, എന്താടാ വിട്ടാണോ? ആ കാലത്തൊന്നും കാണിച്ചിട്ടിരിക്കുന്നു. ഇങ്ങോട്ട് വാ, അത് മൈനതാ. അവനെ വെറും കിളിയതാ. കിളിയ പൊടിക്കണം, പൊടി പരത്തണം, മുക്കട്ടെ പിഴയണം, മുണ്ടേത്തേക്കണം. വാ, നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഓർമ്മയുണ്ടല്ല, ഇനി മുതൽ നമ്മൾ സിഗരറ്റ് വലിക്കില്ല. നിർത്തി. ഓക്കെ, നിർത്തി. ഞാൻ വിളിക്കൂല. എന്തായാലും അവരുടെ ഈ തീരുമാനം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. പക്ഷെ പിറ്റേ ദിവസം അങ്ങനെ കുര്യാക്കോസിനെ ഞാനില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയായി.
പക്ഷെ എനിക്കുറപ്പായിരുന്നു കുര്യാക്കോസിന് എന്നെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലെന്ന്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കുര്യാക്കോസിന് കടുത്തൊരു പ്രണയമുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതാരാണെന്ന്. ഞാനും കുര്യാക്കോസും തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലാണ്. ഞാൻ എന്തായാലും കുര്യാക്കോസിനെ കൊണ്ടേ പോകും.